അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് വേണ്ടാണ് കേട്ടോ കിച്ചണിക്ക് വരിക. ഇതുപോലൊരു മൊഞ്ചുള്ള ജഗ്ഗിലൊക്കെ വെള്ളം കൊണ്ടുവച്ചാൽ കുടിക്കാനും തോന്നും കേട്ടോ. വീട്ടിലൊക്കെ വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറയണേ കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മളിന്ന് ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടി ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ മെനു ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നൊക്കെ സിമ്പിളായതുകൊണ്ട് പിന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെന്താ, തലേ ദിവസത്തെ ബാക്കിയൊക്കെ എല്ലാം ഉണ്ട്, അതൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇത് ഫിനൂനിലെ ലഞ്ച് ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. ചെറിയുള്ളിയും പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടാൽ മതി കേട്ടോ, വേറെ ഒന്നും ചേർക്കണമൊന്നുമില്ല. എന്നിട്ട് ഇതൊന്ന് നമ്മൾ എഗ്ഗ് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ ഇന്നേ ദിവസം നമ്മൾ ചായൻ്റെ കൂടൊപ്പം ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പൊറാട്ടയും കറിയൊക്കെ ഉണ്ട്. ഒന്ന് പാർസലായതുകൊണ്ട് നമ്മളതൊന്നും റെഡിയാക്കിയിട്ടില്ല. നമുക്കിത് വേഗം തന്നെ ഒന്ന് ഫ്രൈ ചെയ്യാം. വറുത്തെടുക്കുകയാണ് കേട്ടോ, ഇങ്ങനെ പീസസ് ആക്കിയിട്ട്. അപ്പോൾ കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ രാവിലത്തെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ലഞ്ച് ബോക്സ് റെഡിയാക്കലും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞൂന് സ്കൂളിലേക്ക് പപ്പടമാണ് കേട്ടോ. പപ്പടം മതിയാറപ്പോൾ ഞാനിതിലേക്കൊരു പപ്പടം പൊരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സ്നാക്സ് ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പഴമാണ് കേട്ടോ. പഴം ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ട് ഇങ്ങനെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞൂനുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ ലഞ്ച് ബോക്സും സ്കൂളിലേക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനും ബാക്കിയുള്ള പൊറാട്ട എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയൊക്കെ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് കഴിക്കണതാണ് എനിക്കിഷ്ടം കേട്ടോ. അത് വേറെ പാത്രത്തിൽ ഒഴിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോയിലിടുകയാണ് കേട്ടോ. അല്ലാതെ ഇപ്പോൾ അതൊരു പാത്രത്തിലൊക്കെ എടുത്ത് ഇങ്ങനെ ഒഴിച്ച് അതിന് മാത്രമല്ല കറി ബാക്കിയില്ല കേട്ടോ. പൊറാട്ട ആയതുകൊണ്ട് പിന്നെ കറിയും പൊറാട്ടയൊക്കെ ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയാണ്. പിന്നെ എഗ്ഗൊക്കെ പൊരിച്ചാണെങ്കിൽ നമുക്ക് വീഡിയോക്കും വേണ്ടി ഇങ്ങനെ ഐറ്റംസൊക്കെ കൂട്ടിയിട്ട് കണ്ട് പല മോഡലാക്കിയൊക്കെ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലില്ലാതെ തന്നെയാണ് ഇട്ടതാണ് കേട്ടോ, ചെയ്തതാണ്. ഞാൻ പച്ചമുളകും ചെറിയുള്ളിയും മാത്രം, കുറച്ചധികം ചെറിയുള്ളി ഇട്ടാൽ കുരുമുളക് പൊടി വേണമെങ്കിൽ കേട്ടോ. ഞാൻ പിന്നെ കുട്ടികൾക്കുള്ളതായതുകൊണ്ട് ഇട്ടിട്ടില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ നമ്മളെ സ്പൂണൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ബേക്കിംഗ് സോഡ അല്ലേ, അപ്പക്കാരം, അങ്ങനത്തെ അപ്പക്കാരമല്ലേ അപ്പത്തേക്കൊക്കെ ഇടണേ, ആ ഒരു സോഡ പൗഡറിൽ ഞാനിതുപോലെ ഒന്ന് ക്ലീനാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഒരു ഇങ്ങനത്തെ സ്പൂണുകളൊക്കെ ഈ ഫോർക്ക് പോലത്തെ സ്പൂണൊക്കെ എഗ്ഗൊക്കെ
നമ്മൾ എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് കൂടെയൊക്കെ എന്താ ഫുഡിൻ്റെ ഈ കണ്ടൻറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അത് ക്ലീനായി കിട്ടാൻ പാടല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാറ്. നമ്മളെ സ്പൂണുകളൊക്കെ ഒന്ന് തിളങ്ങും ചെയ്യും, നല്ല ക്ലീനാവും ചെയ്യും കേട്ടോ. സ്പൂണ് നമ്മൾ കുറച്ചൊരു 5-10 മിനിറ്റ് ഇങ്ങനെ അതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല തിളക്കം കിട്ടും. സ്പൂണൊക്കെ നല്ല ക്ലീൻ ആവും. അപ്പോൾ ഇങ്ങനെ കേട്ടോ, കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വിനീഗറും സോഡാ പൗഡറും ചേർത്ത് കണ്ടാണ് കേട്ടോ നമ്മൾ ക്ലീൻ ആക്കിയത്. അങ്ങനെ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ലഞ്ചൊന്നും ആ ഒരു ഫുഡ് തന്നെയാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈവനിങ് ആയപ്പോൾ ഞാൻ കരുതി സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും റെഡിയാക്കാം. ഇന്ന് നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് ലഞ്ചൊന്നും റെഡി ആക്കിയിട്ടില്ല കേട്ടോ. എനിക്കൊരു ചമ്മന്തിയൊക്കെ അരച്ച് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. ഉച്ചക്ക് പിന്നെ ഞാൻ തന്നെ ഉള്ളതിന് കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ, സിമ്പിളാണ് ഞാൻ റെഡിയാക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ചായയും കൂടി റെഡിയാക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായ കുടിച്ചിട്ട് കുറച്ച് ദിവസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു ഏലക്കൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുള്ളൊരു കടുപ്പൻ ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഇന്ന് ഈവനിങ് സ്നാക്സ് ഇതുപോലെയാണ് കേട്ടോ. നമുക്കൊന്ന് വൈകുന്നേരം ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാനും കുടിച്ചിട്ടുണ്ടായി കേട്ടോ. അടിപൊളി ചായ കേട്ടോ, നല്ല ടേസ്റ്റാണ് കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി പോന്നപ്പോൾ ഇതുപോലൊരു ഈ ഒരു ഷോപ്പ് കാണുമ്പോൾ കുഞ്ഞൂന് ഭയങ്കര ഇതിലേക്ക് കയറണം എന്നുള്ള ഭയങ്കര വാശിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു ഈ ഒരു ഐസ്ക്രീം മതി ഇറങ്ങാണ്ട് ഓനക്കൊരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടോ. എങ്ങനെ വാങ്ങിക്കൊടുക്കാതെക്കും ആസ്വദിച്ചാണ് കേട്ടോ ഓന് ഇതുപോലെ ഐറ്റംസൊക്കെ കിട്ടിയാൽ കഴിക്കുക. അപ്പോൾ ഫുള്ള് ക്ലീനാക്കിയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്. ഫിനിമോക്കുള്ളത് ഞാൻ വാങ്ങിക്കൊടുത്തു. കുക്ക് നമ്മളെ കൂടെ പോരാത്തതുകൊണ്ട് ഓന് വാങ്ങാത്ത കാരണത്താൽ ഞാനൊന്നും വാങ്ങി കഴിച്ചിട്ടില്ല കേട്ടോ. ഇവർക്ക് രണ്ടാൾക്കും മാത്രം വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ ഒക്കെ ആയപ്പോഴത്തേന് നമ്മൾ വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ റുട്ടീനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.